നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അക്കാദമിക് സിറ്റി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ്. കുണിയയിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമം സംഘർഷത്തിനിടയാക്കി. സംസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ നടപടി തുടങ്ങുമെന്ന് മന്ത്രി KP മോഹനൻ. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്കായി ടെൻഡർ നടപടി തുടങ്ങിയതായി P. കരുണാകരൻ MP. ശ്രീനാരായണ ഗുരു സമാധി ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വിവിധ ആവശ്യങ്ങളുയർത്തി മൂവാരി മുഖാരി സമുദായത്തിന്റെ പ്രതിഷേധം. മൂവാരി മുഖാരി സമുദായ സംഘം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉദ്ഘാടനം കിഴക്കൻകരയിൽ നടന്നു. അജാനൂർ പഞ്ചായത്തിൽ കേരളോത്സവ പരിപാടികൾക്ക് തുടക്കം. ആവേശം പകർന്ന് വോളിബോൾ, കമ്പവലി മത്സരങ്ങൾ നടന്നു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് അക്കാദമിക് സിറ്റി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് പറഞ്ഞു. പുല്ലൂർ പെരിയയിലെ കുണിയയിൽ ഉദുമ ഗവൺമെന്റ് കോളേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് അക്കാദമിക് സിറ്റി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ലോകോത്തര സർവകലാശാലകളിലെ കോഴ്സുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് സ്ഥാപനം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. കുണിയയിൽ ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമി സിറ്റിക്കായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിൽ വൈദഗ്ധ്യം നേടാനും വ്യവസായ സംരംഭകരെ കണ്ടെത്തുന്നതിനുമായി മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും സ്കിൽ പാർക്ക് തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 26 മണ്ഡലങ്ങളിൽ ഇതിനായി സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. സർക്കാർ മേഖലയിലോ എയ്ഡഡ് മേഖലയിലോ കോളേജുകളില്ലാത്ത എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അതിനാവശ്യമായ 5 ഏക്കർ സ്ഥലവും കെട്ടിട നിർമ്മാണത്തിന് പ്രാഥമികമായ ആവശ്യമുള്ള തുകയും ബന്ധപ്പെട്ട MLA-മാർ കണ്ടെത്തണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് കോളേജുകളില്ലാത്ത 22 നിയോജക മണ്ഡലങ്ങളിലും പുതിയ കോളേജുകൾ തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലത്തിനിടയിൽ ഏകദേശം 15-16ഓളം കോളേജുകളുടെ ഉദ്ഘാടനം ഇതിനകം തന്നെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ചടങ്ങിൽ മന്ത്രി KP മോഹനൻ അധ്യക്ഷനായി. നബാർഡ് സ്കീം മുഖാന്തരം നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം P. കരുണാകരൻ MP നിർവഹിച്ചു. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ M. നന്ദകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ E. ചന്ദ്രശേഖരൻ, NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട്, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, A. കൃഷ്ണൻ, BM പ്രദീപ്, അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കോളേജ് കമ്മിറ്റി ചെയർമാൻ K. കുഞ്ഞിരാമൻ MLA സ്വാഗതവും സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ K. വിജയൻ നന്ദിയും പറഞ്ഞു. കുണിയയിൽ ഗവൺമെന്റ് കോളേജ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടാൻ SFI പ്രവർത്തകരുടെ ശ്രമം. യൂത്ത് ലീഗ് SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷവും നടന്നു. SFI സംസ്ഥാന നേതാക്കൾക്കും പോലീസുകാരനും പരിക്കേറ്റു. പുല്ലൂർ പെരിയയിലെ കുണിയയിൽ കോളേജ് ഉദ്ഘാടനത്തിയ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിന് നേരെ കരിങ്കൊടി കാട്ടാൻ SFI പ്രവർത്തകരുടെ ശ്രമം. പ്രതിരോധിക്കാൻ യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തിയതോടെ ഉദ്ഘാടന വേദിക്ക് പുറത്ത് സംഘർഷാവസ്ഥയുണ്ടായി. സംഘർഷത്തിൽ SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉൾപ്പെടെ 5 നേതാക്കൾക്ക് പരിക്കേറ്റു. ഒരു പോലീസുകാരനും പരിക്കേറ്റു. കാസർഗോഡ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ ജയേഷിനാണ് പരിക്കേറ്റത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ കരികൊടി കാട്ടാനായി SFI സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പെരിയ ടൗണിൽ SFI പ്രവർത്തകർ കൂട്ടം ചേർന്നിരുന്നു. കരിങ്കൊടി കാട്ടുന്നത് തടയാൻ വൻ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിരുന്നു. +2 അഴിമതി, കോളേജുകളിലെ സ്വയംഭരണാവകാശം തുടങ്ങിയ പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു SFI പ്രവർത്തകർ കരിങ്കൊടി കാട്ടാനെത്തിയത്.
എന്നാൽ സമരക്കാരുടെ കണ്ണുവെട്ടിച്ച് ദേശീയപാത ഒഴിവാക്കി മന്ത്രിയെ വെള്ളിക്കോത്ത് വേലാശ്രം റോഡിലൂടെ പോലീസ് ഉദ്ഘാടന സ്ഥലത്തെത്തിക്കുകയായിരുന്നു. മന്ത്രിയെ കാത്തുനിന്നുമെടുത്ത SFI പ്രവർത്തകരും ഒടുവിൽ ഉദ്ഘാടന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇതിനിടയിലാണ് SFI പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. കല്ലേറും നടന്നു. സംഘർഷത്തിൽ പരിക്കേറ്റ SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ആരോഗ്യ സർവകലാശാല ജോയിന്റ് സെക്രട്ടറി സിദ്ധാർത്ഥ് രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം വൈശാഖ് ശോഭൻ, M സഫ്തർ, ബജിത്ത് എന്നിവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI നേതാക്കൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ പെരിയ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം SFI ജില്ലാ പ്രസിഡന്റ് EAP ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാനത്ത് വ്യാപകമായി നമ്മുടെ നാടിനെ കട്ടുമുടിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന കള്ളക്കാർക്കും കൊള്ളക്കാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക വെട്ടിപ്പ് നടത്തുന്ന ഭൂമാഫിയക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിനകത്തെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അബ്ദുൾ റബ്ബും കൂട്ടരും നടത്തുന്ന തീവട്ടിക്കൊള്ളക്കെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് കേരള നാടിനകത്ത് ഉയർന്നു വരുന്നത്. ഇതിന്റെ ഭാഗമായി +2 അഴിമതിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട് SFI പ്രഖ്യാപിച്ച തീരുമാനത്തിൽ നിന്ന് അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ തീരുമാനത്തിൽ നിന്ന് മന്ത്രി പിൻവാങ്ങും വരെയുള്ള അതിശക്തമായ തീരുമാന സമരങ്ങളാണ് SFI കേരളത്തിനകത്ത് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കോളേജ് ക്യാമ്പസിലെത്തിയ SFI നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്ന് ശിവപ്രസാദ് പറഞ്ഞു. SFI നേതാക്കളെ ആക്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഡിസംബർ 12-നകം സംസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുള്ള മുഴുവൻ എൻഡോസൾഫാനും നിർവീര്യമാക്കുമെന്ന് കൃഷിമന്ത്രി KP മോഹനൻ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന എൻഡോസൾഫാൻ സെൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണുകളിലുള്ള എൻഡോസൾഫാൻ ഡിസംബർ 12-നകം സംസ്ഥാനത്ത് നിന്നും നീക്കാൻ നടപടിയായി. ഓപ്പറേഷൻ ബ്ലോസ്റ്റം സ്പ്രിംഗ് എന്ന പരിപാടി അനുസരിച്ച് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. നിലവിൽ ജില്ലയിൽ പെരിയ, രാജപുരം, ചീമേനി എന്നിവിടങ്ങളിലെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണുകളിൽ 1600 ലിറ്റർ എൻഡോസൾഫാൻ ഭദ്രമായ കണ്ടെയ്നറുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. പാലക്കാട്ട്, മണ്ണാർക്കാട്ട് സ്റ്റോക്കുള്ള 316 ലിറ്റർ എൻഡോസൾഫാൻ ഒക്ടോബർ 12-ന് പ്രത്യേക കണ്ടെയ്നറുകളിലാക്കാനാണ് തീരുമാനം. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യയുള്ള കമ്പനികളെ ഏൽപ്പിക്കുകയും അത് സംസ്ഥാനത്തിന് പുറത്തുള്ള പ്രദേശത്ത് നിർവീര്യമാക്കുകയും ചെയ്യും. നമ്മുടെ നിർവീര്യമാക്കാനുള്ള എൻഡോസൾഫാൻ കേരളത്തിൽ മണ്ണാർക്കാടും പാലക്കാടുള്ള മണ്ണാർക്കാട് ഒക്ടോബർ 12-ന് അത് നിർവീര്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നുണ്ട്. ഡിസംബർ 12-നകം കേരളത്തിലെ മുഴുവൻ എൻഡോസൾഫാനും നിർവീര്യമാക്കി ഇവിടുന്ന് കൊണ്ടുപോകാനുമുള്ള നടപടികളാണ് തീരുമാനിച്ചിട്ടുള്ളത്. 11 പഞ്ചായത്തുകൾക്ക് പുറമെ ചെങ്കള, ദേലമ്പാടി, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി, ബേഡെടുക്ക, കാസർഗോഡ് മുനിസിപ്പാലിറ്റി, കിനാനൂർ, കരിന്തളം, കോടമ്പേളൂർ, പള്ളിക്കര, പിലിക്കോട്, വെസ്റ്റേലേരി, ചെറുവത്തൂർ മറ്റു 16 പഞ്ചായത്തുകളിൽ 10-ന് താഴെയുമാണ് ലിസ്റ്റിൽ രോഗികളുടെ എണ്ണം. എൻഡോസൾഫാൻ ബാധിച്ചവർക്ക് മുളിയാർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിക്കായി ഒക്ടോബർ 18-ന് രൂപരേഖ തയ്യാറാക്കും. എൻഡോസൾഫാൻ സെല്ലിന്റെ യോഗം ചേരുകയും അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്: 1, 11 പഞ്ചായത്തുകളിൽ നിന്ന് പുറത്തുള്ള പഞ്ചായത്തിലെ രോഗികളെ എൻഡോസൾഫാൻ ബാധിതരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി പഞ്ചായത്ത് ബോർഡും ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ടുള്ള യോഗം ഒക്ടോബർ 6-നകം വിളിച്ചു ചേർത്തുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കുകയും അതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ICDSൻ്റെ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരും ഭരണസമിതിയും അടക്കം പങ്കെടുത്ത് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു. യോഗത്തിൽ MLA-മാരായ N. നിലക്കുന്ന്, PB അബ്ദുറസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി, ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ, അസിസ്റ്റന്റ് കളക്ടർ K. ജീവൻ ബാബു, സെൽ പ്രോഗ്രാം മാനേജർ ഡോക്ടർ മുഹമ്മദ് അഷീൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കാണിയൂർ പാതയുടെ ടെൻഡർ നടപടികൾ തുടങ്ങിയതായി P. കരുണാകരൻ MP. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയുടെ പൂർണ്ണ സർവേയാണ് നടക്കുന്നതെന്നും MP പറഞ്ഞു. കാണിയൂർ പാതയുടെ സർവേക്കായി ടെൻഡർ നടപടികൾ തുടങ്ങിയതായി P. കരുണാകരൻ MP പറഞ്ഞു. 72 കിലോമീറ്റർ വരുന്ന പാതയുടെ പൂർണ്ണ സർവേയാണ് നടക്കുന്നതെന്നും P. കരുണാകരൻ MP കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒക്ടോബർ 28-ന് ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തെ സാധ്യതാ പഠനത്തിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം വന്നു. അതിൻ്റെ ആദ്യഘട്ട പ്രവൃത്തി 28/10/2014 ടെൻഡർ തുറന്ന് ആണത് പിന്നീട് ആരംഭിക്കാൻ. ഇത് ടെൻഡർ കൊടുക്കുകയാണ് സർവേക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ 28/10/2014 ടെൻഡർ തുറക്കുന്നത്. 3 മാസത്തിനകം പ്രസ്തുത പഠന റിപ്പോർട്ട് തയ്യാറാക്കി 3 മാസത്തിനകം ടെൻഡർ എടുക്കുന്ന ആൾക്കാർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ
റെയിൽവേ പഠന റിപ്പോർട്ട് നടത്താക്കുകയും ചെയ്യുന്നത്, പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ട് നമ്മളെല്ലാ ആൾക്കാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകർക്ക് നടത്തിയ തുടർച്ചയായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം പൂർണ്ണമായിട്ട് നമുക്ക് റെയിൽവേ ബജറ്റ് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. ടെൻഡർ പൂർത്തിയായി 3 മാസത്തിനകം സർവേ നടപടികൾ പൂർത്തിയാക്കാനാവുമെന്നും MP പറഞ്ഞു. കാണിയൂർ പാതയുടെ സർവേക്ക് തുക അനുവദിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയെ MP അഭിനന്ദിച്ചു. ശ്രീനാരായണ ഗുരു സമാധി ജില്ലയിലെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. കാഞ്ഞങ്ങാട് ഗുരുപൂജയും പ്രാർത്ഥനയും നടന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ 87ാം സമാധി ദിനം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആചരിക്കപ്പെട്ടത്. SNDP ശാഖകളുടെ കീഴിൽ പ്രത്യേക പ്രവർത്തനങ്ങളും ഗുരുപൂജയും നടന്നു. SNDP യോഗം ഹോസ്റ്റർ യൂണിയന്റെ നേതൃത്വത്തിൽ യൂണിയൻ ഓഫീസിൽ ഗുരുപൂജ നടന്നു. പ്രത്യേക പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. SNDP യോഗം ഹോസ്റ്റർ യൂണിയൻ പ്രസിഡന്റ് K കുമാരൻ, സെക്രട്ടറി PV വേണുഗോപാലൻ, PC മുകുന്ദൻ, K നാരായണൻ, K അമ്പാടി, A രമേശൻ, ശാന്താകൃഷ്ണൻ, OK സതി, മിനി, ശ്യാമള, K ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വമേകി. അരയി ശാഖയിൽ നടന്ന പരിപാടിക്ക് K അമ്പാടി, ബാബു പണിക്കർ, C കുമാരൻ, K ഗോപാലൻ, PP രാജൻ തുടങ്ങിയവർ നേതൃത്വമേകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂവാരി മുഖാരി സമുദായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടന്നു. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിലാണ് ധർണാ സമരം നടന്നത്. മൂവാരി മുഖാരി സമുദായത്തെ സംസ്ഥാനത്തെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തുക, പ്രീമെട്രിക് സ്കോളർഷിപ്പ് തുടർന്നും നൽകുക, ക്ഷേത്രാചാര്യന്മാർക്ക് വേതനം പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം നടന്നത്. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും സർക്കാരിന്റെ സജീവമായ പരിഗണന ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതായിരിക്കും. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും സംസ്ഥാന ഗവൺമെന്റ് നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തെക്കുറിച്ച് തീർച്ചയായും ഗൗരവമേറിയ ആലോചനകളും ചർച്ചകളും നടക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇവിടെ ഈ പ്രക്ഷോഭം നടക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ മൂവാരി മുഖാരി സമുദായത്തിന് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉൾപ്പെടെ, അതുപോലെ തന്നെ തൊഴിൽ രംഗങ്ങളിൽ നൽകേണ്ട സംവരണത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്താനും ഗവൺമെന്റിനെ കൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനമെടുപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നിങ്ങളുടെ കൂട്ടായ സമരത്തോടൊപ്പം ജനപ്രതിനിധി എന്ന നിലയിലുള്ള എൻ്റെ ഇടപെടലും നിങ്ങൾക്ക് സഹായകരമായ രീതിയിലുള്ള പ്രവർത്തനവും ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. PV രാധാകൃഷ്ണൻ അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ K ബാലകൃഷ്ണൻ, കരിമ്പിൽ കൃഷ്ണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, E കൃഷ്ണൻ, ബഷീർ വെള്ളിക്കോത്ത്, K ഗോവിന്ദൻ, ദാക്ഷായണി, സുജാത, EV ബാലൻ, കുഞ്ഞിരാമൻ എക്കാൽ, KV ദിനേശൻ, NV ഭാസ്കരൻ, നാരായണൻ കാട്ടുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി തുടങ്ങുന്ന ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടന്നു. കിഴക്കങ്കര ചൈതന്യ ഓഡിറ്റോറിയത്തിലാണ് ഉദ്ഘാടന പരിപാടി നടന്നത്. ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിൽ തുടങ്ങുന്ന ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. ജാതിചിന്തക്കതീതമായി ജാതിയുടെ പേരിൽ ആളുകളെ അകറ്റി നിർത്തിയിരുന്ന അന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ, സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അവഗണിച്ചു കൊണ്ടുപോയ അന്നത്തെ ആ സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനും നേരായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ ശക്തമായി ഖണ്ഡിക്കാനും അതിനെതിരെ പ്രതിഷേധമുയർത്താനുമെല്ലാം ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാ ജാതിചിന്തക്കും അതീതമായി, ജാതിയിൽ തളച്ചിടപ്പെടാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിൽ സമൂഹത്തിൽ അധസ്ഥിതൻ എന്ന രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം, അതിനെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരികയും അങ്ങനെ ദൈവങ്ങളുടെ മുമ്പിൽ പോലും, അല്ലെങ്കിൽ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ സമൂഹത്തിൽ ക്ഷേത്രങ്ങളിൽ പോലും എല്ലാവർക്കും പ്രവേശനം നിഷിദ്ധമായിരുന്നപ്പോൾ, മതജാതികളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ മാറ്റി നിർത്തിയപ്പോൾ, പ്രത്യേകിച്ച് ജാതി ചിന്തയെ അടിസ്ഥാനപ്പെടുത്തി ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കപ്പെട്ടപ്പോൾ, അത്തരം ഒരവസ്ഥക്കെതിരെയും ശക്തമായി പ്രതികരിക്കാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞു എന്ന് നമുക്കറിയാം. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അധ്യക്ഷനായി. നിക്ഷേപ സമാഹരണം K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓഹരി സർട്ടിഫിക്കറ്റ് വിതരണം മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ നിർവഹിച്ചു. M പൊക്ലൻ, മടിക്കെ കമ്മാരൻ, ബഷീർ വെള്ളിക്കോത്ത്, നാരായണൻ കൊളത്തൂർ,
MV നാരായണൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, കുഞ്ഞിക്കണ്ണൻ ആയത്താർ, ചന്ദ്രശേഖരൻ കാരണവർ, ബാലകൃഷ്ണൻ പെരിയ, വിശ്വനാഥൻ, മിനി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജൻ പെരിയ സ്വാഗതം പറഞ്ഞു. അജാനൂർ പഞ്ചായത്തിലെ കേരളോത്സവ പരിപാടികൾ തുടങ്ങി. വോളിബോൾ മത്സരത്തിൽ വിശ്വഭാരതി ക്ലബ്ബ് ജേതാക്കളായി. വടംവലി മത്സരവും നടന്നു. അജാനൂർ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി കേരളോത്സവ പരിപാടികൾക്ക് തുടക്കമായി. വോളിബോൾ മത്സരം അടോട്ട് വെച്ച് നടന്നു. മത്സര പരിപാടികൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം VP പ്രശാന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ വോളിബോൾ ക്യാപ്റ്റൻ കുഞ്ഞിക്കണ്ണൻ, ജയൻ അടോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ വേലാശ്വരം വിശ്വഭാരതി ക്ലബ്ബ് ജേതാക്കളായി. അജാനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനം നേടി. വടംവലി മത്സരം ആവേശകരമായ അന്തരീക്ഷത്തിൽ നോർത്ത് കോട്ടച്ചേരിയിൽ നടന്നു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ സഹകരണത്തോടെയാണ് മത്സരം നടന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫീബ ഉമർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി സുനിൽ സ്വാഗതം പറഞ്ഞു. പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ഗ്രാൻമ കാരക്കുഴിയും വനിതാ വിഭാഗത്തിൽ ശോഭന ക്ലബ്ബ് രാവണേശ്വരവും ജേതാക്കളായി. ഇരു മത്സരങ്ങളിലും നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്റർ 2ാം സ്ഥാനം നേടി. വടക്കേ മലബാറിലെ പാരമ്പര്യ തനിമയും അനുഷ്ഠാന കലകളും പാരമ്പര്യ മികവിൽ സംരക്ഷിക്കണമെന്ന് മന്ത്രിമാരായ KC ജോസഫും MK മുനീറും. കേരള സാഹിത്യ അക്കാദമി നീലേശ്വരം പാലാത്തടത്തെ കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രിമാർ. പ്രമുഖ സാഹിത്യകാരൻ T. പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വടക്കേ മലബാറിൽ നിന്നും അഭിമാനാർഹമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള പ്രതിഭാശാലികളുടെ ജീവിതത്തെയും കൃതികളെയും അടിസ്ഥാനമാക്കി കേരള സാഹിത്യ അക്കാദമി നടത്തുന്ന 3ാം ഘട്ട സെമിനാറാണ് നീലേശ്വരം ഡോക്ടർ PK രാജൻ മെമ്മോറിയൽ ക്യാമ്പസിൽ നടന്നത്. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ, MRKC, മൂർക്കോത്ത് കുമാരൻ, K. സുകുമാരൻ, ശേഷഗിരി പ്രഭു, CP ശ്രീധരൻ, TP സുകുമാരൻ, ചിറക്കൽ T. ബാലകൃഷ്ണൻ നായർ, AV ശ്രീകണ്ഠ പൊതുവാൾ, UP ജയരാജ് എന്നിവരുടെ സാഹിത്യ സംഭാവനകൾ സെമിനാറിൽ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു. പ്രമുഖരായ സാഹിത്യകാരന്മാർ അണിനിരന്ന സെമിനാറിന്റെ ഉദ്ഘാടന വേദിയിലാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫും സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീറും മനസ്സു തുറന്ന് പ്രതികരിച്ചത്. തെയ്യവും പൂരക്കളിയും അനുഷ്ഠാന മികവിൽ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം ലോകമാകെയുള്ള കലാപ്രേമികൾക്ക് അവ ആസ്വദിക്കാനും കണ്ടറിയാനും സാധിക്കണമെന്നായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ പ്രതികരണം. പൂരക്കളി അക്കാദമിയും ഫോക്ലോർ അക്കാദമിയും നാടൻ കലയുടെ പ്രചാരണത്തിന് അഭിനന്ദനീയമായ പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാടൻ അക്കാദമിയെ ശക്തിപ്പെടുത്താനും ഒപ്പം തന്നെ പയ്യന്നൂർ ആസ്ഥാനമാക്കി പൂരക്കളിക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ അക്കാദമി സ്ഥാപിക്കുക. തെയ്യങ്ങളാണെങ്കിലും പൂരക്കളിയാണെങ്കിലും മലബാറിൽ ഓരോ നിലയിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഭാവിക്ക് വേണ്ടി നാം സമർപ്പിക്കേണ്ട വലിയ സാംസ്കാരിക വൈവിധ്യത്തിന്റെ സ്വാഗതമാണ്. തെയ്യങ്ങളുടെ കാലം മുതൽ ഓരോ തെയ്യങ്ങളുടെയും സവിശേഷമായ പശ്ചാത്തലങ്ങൾ താല്പര്യമാണ്. അത് നമ്മുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ച ആചാരക്രമങ്ങളുടെ ഭാഗമാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിത്യ സെമിനാർ എന്ന നിലയിൽ കൂടിയാവാം സാഹിത്യകൃതികളുടെ വായനയെക്കുറിച്ചാണ് പ്രധാനമായും പരാമർശിച്ചത്. വായന മരിക്കുന്നു എന്ന മുദ്രാവാക്യത്തിനു പിന്നിൽ സങ്കുചിത ഉദ്ദേശം പുലർത്തുന്ന പുസ്തക പ്രസാധകന്മാരായിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. വായന കുറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചു എഴുത്തുകാർക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി മുതലെടുപ്പ് നടത്താൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാരണം വായന പഠിക്കുന്നു എന്ന് പറയുമ്പോൾ എഴുത്തുകാരൻ ആശയം ആയി പോവുകയും എന്റെ പുസ്തകം എടുക്കാൻ ആരും ഉണ്ടാകില്ലേ എന്ന് ഭയപ്പെടുകയും ചെയ്യുമ്പോൾ പതുക്കെ ചെന്നുകൊണ്ട് ഇല്ല, അങ്ങനെ
അങ്ങയുടെ കാര്യത്തിൽ ഞാൻ പരിഹാരമുണ്ടാകാം എന്ന് പറയുന്ന ഒരു പ്രസാദന വിദ്യ ആയിരിക്കാൻ ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ വീണ്ടും വായനമായിരിക്കുന്നു, ടെക്നോളജിയുടെ യുഗമായിരിക്കുന്നു, ഇനി അക്ഷര പുസ്തകങ്ങൾ ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ പുസ്തകങ്ങൾ ധാരാളമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. പാരലൽ കോളേജ് അസോസിയേഷൻ സംസ്ഥാന വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് തുടക്കമായി. സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളോടുള്ള അവഗണന അവസാനിപ്പിക്കുക, ഈ മേഖലയിലെ തൊഴിൽ നിലനിർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വാഹന പ്രചരണ ജാഥ പ്രയാണം തുടങ്ങിയത്. വാഹന പ്രചരണ ജാഥ ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അധ്യാപകർ, വളരെ പ്രഗത്ഭരായ അധ്യാപകർ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറയാവുന്ന. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ അപര്യാപ്തതകൾ നിലനിന്ന ഘട്ടത്തിൽ ആവശ്യമായ കോളേജില്ലായ്മ, ആവശ്യമായ ഹയർ സെക്കൻഡറി സംവിധാനം വരുന്നതിന് മുമ്പുള്ള മറ്റ് പ്രീ ഡിഗ്രി ഉൾപ്പെടെയുള്ള കാലഘട്ടത്തിൽ അന്നൊന്നും ആവശ്യത്തിന് കോളേജിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ പിന്നീട് ഹയർ സെക്കൻഡറിയിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, SLC കഴിഞ്ഞ് വിദ്യാഭ്യാസം നേടി വിജയിച്ചു വരുന്നവർക്ക് ആവശ്യമായ ഹയർ സെക്കൻഡറി സംവിധാനം ഇല്ലാത്തപ്പോൾ അവർക്കൊരു സംരക്ഷണം എന്ന രീതിയിൽ ഉണ്ടായ സംവിധാനമാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജൻ തോമസിന് പതാക കൈമാറിക്കൊണ്ടാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. യോഗത്തിൽ ഡേവിഡ് അധ്യക്ഷനായി. ടി രാജേഷ് മേനോൻ, രാജേഷ് പാലങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. രവീന്ദ്രൻ മുങ്ങത്ത് സ്വാഗതവും ബാബു നന്ദിയും പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് പീസ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പഠന ക്യാമ്പ് സംസ്ഥാന സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്തു. കാരണം ഇതെല്ലാം സാമൂഹ്യമായിട്ടാണ് നമ്മൾ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. സാമൂഹ്യമായിട്ടുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധിയും സ്വാഭാവികമായും അതിന്റെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും പ്രതിഫലിക്കുക മാത്രമല്ല, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന സ്ഥിതിവിശേഷവുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പ്രതിസന്ധി കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വ്യാപാരി വ്യവസായ സമിതി അതിന്റെ ദൈനംദിന സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകേണ്ടതെന്ന ധാരണ സംഘടനാ നേതാക്കന്മാരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. വൈവിധ്യമാർന്ന വിഷയങ്ങളെ ആസ്പദമാക്കി പഠന ക്ലാസുകൾ സംഘടിപ്പിച്ചു. പി ദാമോദരൻ അധ്യക്ഷനായി. യോഗത്തിൽ VV രമേശൻ, രാഘവൻ വെളുത്തോളി, DM കുഞ്ഞിക്കണ്ണൻ, T കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ചറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സ്വാഗതം പറഞ്ഞു. വ്യാപാരികളും വിൽപ്പന നികുതിയും എന്ന വിഷയത്തിൽ C പ്രഭാകരനും ഭക്ഷ്യസുരക്ഷയും ഗുണനിലവാരവും എന്ന വിഷയത്തിൽ വിപിൻ മാത്യുവും ക്ലാസ് എടുത്തു. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. BD ലേബർ യൂണിയൻ കാസർഗോഡ് താലൂക്ക് വാർഷിക സമ്മേളനം നടന്നു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ KSKTU ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ ഈ വ്യവസായം സംരക്ഷിക്കാൻ കൂടുതൽ കരുത്തുറ്റ ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ ഈ മേഖലയിൽ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം കൈക്കൊള്ളുന്ന വളരെ സുപ്രധാനമായ ഒരു സമ്മേളനം എന്ന നിലയിലാണ് നിങ്ങളുടെ സംഘടനാപരമായ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം എന്ന നിലയിൽ വാർഷിക സമ്മേളനത്തോടെ നടത്തുന്നത്. യൂണിയൻ പ്രസിഡന്റ് K കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ബീഡി തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി M ഗംഗാധരൻ, K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. INTUC അജാനൂർ മണ്ഡലം സമ്മേളനം സമാപിച്ചു. കല്ലിങ്കാലിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. INTUC അജാനൂർ മണ്ഡലം സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനും കേരളത്തിലെ തൊഴിലാളി വർഗത്തിനും സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് തന്നെ നേതൃത്വപരമായ ഒരു നേതൃത്വം നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ വിമോചനം കൈവരിക്കുന്നതോടെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ ഐശ്വര്യപൂർണമായ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാജ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തൊഴിലാളി വർഗത്തിന്റെ വമ്പിച്ച പിന്തുണ കൂടിയേ തീരൂ എന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെ നായകന്മാരായ മഹാത്മാഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ലാലാ ലജ്പത് റായിയും പോലുള്ള നേതാക്കൾ ദീർഘവീക്ഷണം ചെയ്തതിന്റെ ഫലമായിട്ടാണ് രാജ്യത്ത്
ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ സംഘടന എന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ INTUC മുമ്പ് രൂപം നൽകിയത് എന്നുള്ള വസ്തുത നാം കാണുകയാണ്. INTUC ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് MC ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. NV അരവിന്ദാക്ഷൻ നായർ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് TK സുധാകരൻ, P ബാലകൃഷ്ണൻ, KV രാഘവൻ, കുഞ്ഞിരാമൻ ചീമേനി, സാവിത്രി ടീച്ചർ, കുഞ്ഞിരാമൻ രാമണേശ്വരം, അഗസ്റ്റിൻ, എക്കാൽ കുഞ്ഞിരാമൻ, K ദിനേശൻ, P മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ തെക്കൻ ഭാഗത്ത് പ്രചാരത്തിലുള്ള ഓണക്കളി തൈക്കടപ്പുറത്ത് അരങ്ങേറി. പൂരക്കളിയോടും തിരുവാതിരക്കളിയോടും സാദൃശ്യമുള്ള കലാരൂപത്തിന്റെ അവതരണം കാണികൾക്ക് പുതിയ അനുഭവമായി. തെക്കൻ ജില്ലകളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പലതരം ഓണക്കളികൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. മത്സ്യമേഖലയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് വടക്കൻ ജില്ലകളിൽ കുടുംബസമേതം താമസമർപ്പിച്ചവർക്ക് ഗൃഹാതുരമായ ഓർമ്മകളാണ് അവശേഷിക്കുന്നത്. അതെന്തായാലും ഇത്തവണ തൈക്കടപ്പുറത്തെ കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ അഴിത്തല ഭദ്രകാളി ക്ഷേത്രത്തിനു സമീപം വ്യത്യസ്തമായ ഓണക്കളികൾ അവതരിപ്പിച്ചത് ഹൃദ്യമായ അനുഭവമായി. നമ്മുടെ തലമുറകൾ നമുക്ക് പൈതൃകമായി തന്ന ഈ ഒരു കലാരൂപം തികച്ചും അന്യാധീനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ഈ പ്രദേശവാസികൾ, നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാരെല്ലാവരും കൂടി കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആൾക്കാരും കൂടി ഈ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തെ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനും അതിനെ മുമ്പ് ഏത് രീതിയിലാണോ നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ച് ഈ കലാരൂപം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ആ രീതിയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എളിയ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഈ ഓണക്കളി ഇവിടെ അവതരിപ്പിക്കുന്നത്. നടുവിൽ പൂക്കളവും നിറപറയും നിലവിളക്കും തയ്യാറാക്കി വെച്ച് തിരുവാതിരയുടെയും പൂരക്കളിയുടെയും ചുവടുകളെയും താളബോധത്തെയും ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഓണക്കളി. രാമായണ കഥകളും ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുമാണ് പാട്ടുരൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പാടാൻ പ്രത്യേക പരിശീലനം നേടിയ സംഘവും താളത്തിനനുസരിച്ച് ചുവട് വെക്കാൻ വേറൊരു സംഘവും എന്നതാണ് രീതി. സ്ത്രീകൾ തിരുവാതിര വേഷത്തിലാണ് ഓണക്കളിക്ക് എത്തുന്നതെങ്കിലും പുരുഷ ടീം കാവിമുണ്ടും വെള്ളഷർട്ടുമാണ് ധരിക്കുന്നത്. നിരവധി പേരാണ് ഓണക്കളി ആസ്വദിക്കാൻ അഴിത്തല ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് എത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അക്കാദമിക് സിറ്റി തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. കുണിയയിൽ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടാനുള്ള SFI പ്രവർത്തകരുടെ ശ്രമം സംഘർഷത്തിനിടയാക്കി. സംസ്ഥാനത്ത് സൂക്ഷിച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ നടപടി തുടങ്ങുമെന്ന് മന്ത്രി KP മോഹനൻ. കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്കായി ടെൻഡർ നടപടി തുടങ്ങിയതായി P കരുണാകരൻ MP. ശ്രീനാരായണ ഗുരു സമാധി ദിനം ജില്ലയിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. വിവിധ ആവശ്യങ്ങളുയർത്തി മൂവാരി മുഖാരി സമുദായത്തിന്റെ പ്രതിഷേധം. മൂവാരി മുഖാരി സമുദായ സംഘം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉദ്ഘാടനം കിഴക്കൻകരയിൽ നടന്നു. അജാനൂർ പഞ്ചായത്തിൽ കേരളോത്സവ പരിപാടികൾക്ക് തുടക്കം. ആവേശം പകർന്ന് വോളിബോൾ, കമ്പവലി മത്സരങ്ങൾ നടന്നു.
വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.